കോടതി മുറിയിൽ അവസാനം വരെ ഗ്രീഷ്മയ്ക്ക് ഒരു ശകല പ്രതീക്ഷയുണ്ടായിരുന്നു. തന്റെ പ്രായവും മറ്റുള്ള കാര്യങ്ങളും പരിഗണിച്ച് ശിക്ഷയിൽ എന്തെങ്കിലും ഒരു ഇളവ് കോടതി നൽകുമെന്നായിരുന്നു ഗ്രീഷ്മ പ്രതീക്ഷിച്ചിരുന്നത്. ജീവപര്യന്തമായിരിക്കും കൂടുതലും കിട്ടാൻ പോകുന്നതെന്നും ഗ്രീഷ്മ കരുതിയിരുന്നു. എന്നാൽ ഗ്രീഷ്മയെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ഗ്രീഷ്മയെ മരണം വരെ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ചിരുന്നത്. ഒരു പ്രകോപനവുമില്ലാതെയാണ് ഗ്രീഷ്മ ഈ ഒരു കുറ്റകൃത്യം ചെയ്തത്. മാത്രമല്ല, എല്ലാ കാര്യങ്ങളും പഠിച്ച് വളരെ വ്യക്തമായി എങ്ങനെയാണ് ഷാരോണിനെ ഒഴിവാക്കാം, കൊലപ്പെടുത്താം എന്നുള്ള രീതിയൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഗ്രീഷ്മ ഇത് ചെയ്തത്. അതുകൊണ്ട് തന്നെ പ്രതിയുടെ പ്രായമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയോ നല്ല രീതിയിൽ പഠിക്കുന്ന വ്യക്തിയോ എന്നൊന്നും ഇവിടെ പരിഗണിക്കാൻ കഴിയില്ല എന്നാണ് കോടതി അറിയിച്ചത്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞപ്പോൾ പിറന്നതാവട്ടെ മറ്റൊരു ചരിത്രം കൂടിയാണ്. സംസ്ഥാനത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളിയാണ് ഗ്രീഷ്മ. 11 ദിവസം ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാനാവാതെയാണ് ഷാരോൺ ആശുപത്രിയിൽ കഴിഞ്ഞത്. ആന്തരിക അവയവങ്ങൾ അഴുകിയാണ് ഷാരോൺ മരിച്ചതെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിക്ക് കോടതി പരമാവധി ശിക്ഷ വിധിച്ചത്. ഗ്രീഷ്മയെ ഷാരോൺ മർദ്ദിച്ചു എന്നതിന് തെളിവില്ല. ഘട്ടം ഘട്ടമായി കൊലപാതകം നടത്താനാണ് പ്രതി ശ്രമിച്ചത്. ജ്യൂസ് ചലഞ്ച് നടത്തിയതും അതിനുവേണ്ടിയായിരുന്നു. നേരത്തെയും ഗ്രീഷ്മ വധശ്രമം നടത്തിയിട്ടുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. ഗ്രീഷ്മയുടെ ആത്മഹത്യാ ശ്രമം പോലും ഈ ഒരു അന്വേഷണം തന്നെ വഴിതിരിച്ചു വിടാനുള്ള അടവായിരുന്നുവെന്നും കോടതി പറയുകയാണ്. ഇത്രയും കൗശലം നിറഞ്ഞ വ്യക്തിയാണ് ഗ്രീഷ്മ. കോടതിയിൽ വിധി പറഞ്ഞപ്പോഴാവട്ടെ കോടതിയിൽ വെച്ച് പൊട്ടിക്കരയുകയായിരുന്നു ഗ്രീഷ്മ. എന്തായാലും കേരളക്കര ആഗ്രഹിച്ച ഒരു വിധി തന്നെയാണ് ഇതെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്.